10 വർഷത്തോളമായി. 10 വർഷമായി യാത്ര ചെയ്യുന്നത്. ഞാൻ 10-12 വർഷമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ബസ്സിൽ ഫസ്റ്റ് ഞാനാണ് കയറുക. ഞാൻ വെങ്ങാട് അപ്പുറം എടയൂർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് കയറുക. ഈ ബസ്സിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് ഇവരെല്ലാം. സ്ഥിരമായെന്ന് പറയുമ്പോൾ 1-2 വർഷമൊന്നുമല്ല, 1/4 നൂറ്റാണ്ടായി തുടർച്ചയായി ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇതിൽ ഈ അറഫ ബസ് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. 10 വർഷത്തോളമായി. 10 വർഷമായി യാത്ര ചെയ്യുന്നത്. ഞാൻ 10-12 വർഷമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഈ ബസ്സിൽ ഫസ്റ്റ് ഞാനാണ് കയറുക. ഞാൻ വെങ്ങാട് അപ്പുറം എടയൂർ റോഡ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് കയറുക. യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ഏതെങ്കിലും ദിവസം വരാത്തവരുണ്ടെങ്കിൽ അക്കാര്യം മുൻകൂട്ടി അറിയിക്കും. ഒരു കുടുംബം പോലെ കഴിയുന്ന പോലെയാണ്. ഇതില് 20 വർഷം മുന്നേ പോയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. എല്ലാവർക്കും നല്ല ബന്ധമാണ്. അവരെ കണ്ടില്ലെങ്കിൽ പിന്നെ അവരെത്താൻ വഴികാണെങ്കിൽ വിളിച്ചു പറയും. അങ്ങനെയൊക്കെ യാത്രക്കാർക്ക് അറഫ ബസിനെ കുറിച്ച് പറയാൻ 100 നാക്കാണ്. 2000-ലാണ് വളാഞ്ചേരി എത്തിയത്. അവിടെ നിങ്ങളുടെ 25 വർഷമായിട്ട് ഈ ബസ്സിലാണ് സ്ഥിരം വരാറ്. ഞാൻ 18 വർഷമായി ഇതിൽ വരാൻ തുടങ്ങിയിട്ട്. ഈ ജീവനക്കാർക്കൊക്കെ നല്ല പെരുമാറ്റം, ഞങ്ങളോടൊക്കെ നല്ലൊരു കുടുംബമായിരിക്കും ഞങ്ങള്. 25 വർഷമായിട്ട് മനസ്സിലായിരുന്നു. നല്ല അഭിപ്രായമാണ്. ഇങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം ചെയ്തതിന് വിനോദിനും എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നത്. ബസ്സിലെ സ്ഥിരം യാത്രക്കാരിൽ ഒരാളായ വിനോജിന്റെ ആശയമാണ് എല്ലാവരും ചേർന്നൊരു ടൂർ പോകാമെന്ന്. എല്ലാവരും സമ്മതം അറിയിച്ചതോടെ അറഫ ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും സ്ഥിരം റൂട്ടൊന്ന് മാറ്റിപ്പിടിച്ചു. നേരെ നെല്ലിയാമ്പതിയിലേക്ക്.